ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. എല്ലാവരും വീട്ടിലിരിക്കുമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ സേഫായിട്ട് സെക്യൂറായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ഗവൺമെൻറ് ഒക്കെ പറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ മുന്നോട്ട് പോകാട്ടോ. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ നാടിന് വേണ്ടിയാന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ പോലീസുകാർക്കും ഒക്കെ ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കുപ്പി കൊണ്ട് ബോട്ടിൽസ് കൊണ്ടൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്ത് കാണാറുണ്ടല്ലേ? ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുന്നത് ഇതിൻ്റെ ക്യാപ്പ് എന്താ ചെയ്യുക, നമ്മൾ കളയുക ചെയ്യാറല്ലേ? എന്നാൽ ഇനി കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞ് ക്യാപ്പ് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി അതുപോലെ ഒരു കുഞ്ഞ് നല്ല സൂപ്പർ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ? അപ്പോൾ ഈ കുഞ്ഞ് സൂപ്പർ മനോഹരമായ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ വേസ്റ്റ് ക്യാപ്പും അതുപോലെ ഒരു വേസ്റ്റ് തുണിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്യാപ്പ് എടുത്തിട്ട് ആ തുണി കൊണ്ട് ഇന്ന് ചുറ്റിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്യുക. ഒരു നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഈ ക്യാപ്പ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മുടെ ഈ ക്യാപ്പിനെക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ ഒരു റൗണ്ടിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഒരു ഷേപ്പ് കൊണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ആ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ക്ലോത്ത് കൊണ്ട് ഇതുപോലെ ചുറ്റി എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ നമ്മൾ കുപ്പിയുടെ ക്യാപ്പും അതുപോലെ കാർഡ്ബോർഡ് പീസും നമ്മൾ തുണി കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ആ തുണി കട്ട് ചെയ്ത പോർഷൻ ഇല്ലേ, ആ രണ്ട് പോർഷൻ നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കവർ ചെയ്ത പോർഷൻ കാണത്തില്ല. അതായത് ഇതൊരു നല്ല ഫിനിഷിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഏറ്റവും ബെറ്റർ, കാരണം വേഗം ഒട്ടി കിട്ടും. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ കുറച്ചുകൂടി ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തപ്പം ഒരെണ്ണം ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു, ഒരെണ്ണം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു. ഗ്ലൂ ഗണ്ണാണ് കുറച്ചും കൂടി ഈസി. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹാറ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പണി പകുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെയ്തത് ഒരു ചെറിയ റിബൺ കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഒന്നിൽ ഞാൻ ചെറിയൊരു നൂല് പോലത്തെ ഇത് വെച്ചിട്ട് കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയൊരു കുഞ്ഞ് ഫ്ലവർ, ഇത് ഞാൻ റിബൺ കൊണ്ട് ഉണ്ടാക്കിയൊരു ഫ്ലവറാണ്, അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തിനാണ്, നിങ്ങൾക്ക് ഇത് എന്തിനു വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ പിന്നായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായല്ലേ? ഇപ്പം ഞാനൊരു പഴയ ഹെയർ പിൻ എടുക്കുകയാണ്. ഇത് ഞാൻ ഉപേക്ഷിച്ചൊരു ഹെയർ പിന്നാണ്. ഇത് ഞാൻ ഒന്നും കൂടി ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് കളർ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കളർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഹാറ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ ഹെയർ പിൻ റെഡി ആയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ ചെയ്യാം, ഡ്രസ്സിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഏതൊരു വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഹെയർ ബാൻഡിലും അതുപോലെ ഒരു ക്ലിപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഹെയർ പിന്ന്? അടിപൊളിയല്ലേ? ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തതാണ്. അപ്പം ഞാനിത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാണ്, ഇത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേണമെങ്കിൽ കുഞ്ഞു മുത്തുകൾ വേണമെങ്കിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. വേറെ ഈ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. കണ്ടാൽ പറയൂ ഇത് ക്യാപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നല്ലേ? നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെറുതെ മൊബൈൽ ടി വി കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ഒന്ന് പ്രചോദിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് തലയിൽ കുത്തി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ ബൈ.